ഇനി നമുക്ക് ഏത് നോക്കാന്നറിയോ? ലൈൻ ഇക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ്. ലൈൻ ഇക്ലൈൻ ടു HP ആൻഡ് ലൈൻ ഇക്ലൈൻ ടു VP. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഷേപ്പ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ A എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ B എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ AB എന്ന് പറയുന്ന ലൈൻ. ഈ ലൈനിന്റെ ഓറിയന്റേഷൻ ശരിക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ AB എന്ന് പറഞ്ഞ ഈ ലൈന് ഇവിടെ ആംഗിൾ ഉണ്ടാക്കിയിട്ടല്ലോ, അത് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാലോ ഇവിടെ ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ ആണ് ആംഗിൾ വിത്ത് HP. ഇവിടെയുണ്ട് ആംഗിൾ, ആ ആംഗിളിനെയാണ് ഇത് പറയുന്നത് ആംഗിൾ വിത്ത് VP. അപ്പൊ ദിസ് ലൈൻ ഈസ് ഇക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ്. HP ക്കും VP ക്കും ഇക്ലൈൻ ആണ്. HP ക്കുള്ള ഇക്ലിനേഷൻ ഇവിടെ കാണാം, VP ക്കുള്ള ഇക്ലിനേഷൻ ഇവിടെ കാണാം. ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് HP ആയിട്ടുള്ള ഈ ആംഗിള് ഈ വ്യൂവിലാണ് കാണുക. HP ആയിട്ടുള്ള ആംഗിൾ വിത്ത് HP ഏതിലാ കാണുക? ഫ്രണ്ട് വ്യൂവിലാണ് കാണുക. ഇനി ബോളിത് ഇവിടെ ഉള്ള ഈ ആംഗിൾ ബോളിത് നോക്കുമ്പോൾ കാണാം. അപ്പൊ ആംഗിൾ വിത്ത് VP എവിടെയാ കാണാം? ആംഗിൾ വിത്ത് VP ടോപ്പ് വ്യൂവിലാണ് കാണാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ കോംപ്ലിക്കേഷൻ? ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, എവിടെയാണോ ഇൻക്ലിനേഷൻ വരുന്നത് ആ ഇൻക്ലിനേഷൻ വരുന്ന സ്ഥലത്ത് അതിലേക്കുള്ള വ്യൂ ഒരു കാരണവശാലും ട്രൂ ലെങ്ത് ആയിരിക്കില്ല, ട്രൂ ലെങ്തിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് അറിയില്ലല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ഡ്രോയിങ്ങിന്റെ ബുദ്ധിമുട്ട്. ഇപ്പൊ AB എന്ന ലൈനിന്റെ നീളം, ഇപ്പൊ AB പറഞ്ഞ ലൈനിന്റെ നീളം AB, ഈ ലൈനിന്റെ നീളം 100 ആണെന്ന് വിചാരിക്കും, 100 ആംഗിൾ. പിന്നെ ആംഗിൾ വിത്ത് VP 45 ആണെന്ന് വിചാരിക്കും. ആംഗിൾ വിത്ത് HP 30 ആണെന്ന് വിചാരിക്കും. A പറഞ്ഞ പോയിന്റ് 20 mm above HP and 30 mm in front of VP ആണെന്ന് വിചാരിക്കും. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിപ്പോ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആയി. ഇത് ഞാൻ തന്ന ഹിന്റ് ഇത്രയും ആവുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ ആയി. AB പറഞ്ഞ ലൈൻ അതിന്റെ നീളം 100, ആംഗിൾ വിത്ത് VP 45, ആംഗിൾ വിത്ത് HP 30. A പറഞ്ഞ പോയിന്റ് 20 mm above HP, 30 mm in front of VP. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നു വിചാരിക്കും. അപ്പൊ ആ രീതി നമുക്ക് ഇതിലൊന്ന് നോക്കാം. ഇപ്പൊ AB പറഞ്ഞ ലൈൻ ഇതിന്റെ നീളം 100 ആണ് ക്വസ്റ്റ്യൻ തന്ന പ്രകാരം. ആംഗിൾ വിത്ത് HP 45, സോറി ആംഗിൾ വിത്ത് HP 30. അപ്പൊ ഈ ആംഗിൾ 30 ആണ് വിചാരിക്കുക, ഇവിടെ ഉള്ള ആംഗിൾ 45 ആണ് വിചാരിക്കുക. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്ന ലൈനിന്റെ പൊസിഷൻ. പറഞ്ഞ പോലെ അതിനെ നമ്മള് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ലൈനിന്റെ പൊസിഷൻ ഉണ്ടാവും. ഇനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ 2 മാർഗമുണ്ട്. അതിൽ 2 മാർഗത്തിൽ ഒരു മാർഗം റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡാണ്. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് അങ്ങനെ ഒരു മാർഗമുണ്ട്. പിന്നെ വേറെ ഒന്നുള്ളത് റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് ആണ്. അപ്പൊ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത് നോക്കാം. അപ്പൊ AB എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെ നിൽക്കുക, ഇവിടെ ആംഗിൾ ഉണ്ട്, ഇവിടെ ആംഗിൾ ഉണ്ട്. അപ്പൊ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു ലൈനിനെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പൊ ഇങ്ങനെയല്ല ഇപ്പൊ നിൽക്കുന്നത്, ഞാൻ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ ഇത് പാരലൽ ആയി. ഇതൊരു ശരിക്കും ക്വസ്റ്റ്യനിൽ തന്ന പോലെ അല്ല, നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പണി. ലൈനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് പാരലലാക്കി. എന്തിനു പാരലലാക്കി? ഇപ്പോ ഇവിടെ VPക്ക് പാരലലാണ്. VPക്ക് പാരലലായി വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ഗുണം? VPക്ക് പാരലലായി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈനിന്റെ ചിത്രം വരയ്ക്കാൻ എളുപ്പമാണ്. ഇങ്ങനെയുള്ള ഒരു ലൈനിന്റെ ചിത്രം എങ്ങനെ വരയ്ക്കാം? ഇപ്പൊ ഇവിടെ പാരലൽ ആണല്ലോ, ഇവിടെ പാരലൽ ആവുമ്പോൾ അതിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ. അപ്പൊ ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത് ഉപയോഗിക്കാം. അപ്പൊ ലൈൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആൻസർ വരയ്ക്കാൻ നോക്കാം. അപ്പൊ X ലൈൻ വരച്ചിട്ട് ഫസ്റ്റ് ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. A പറഞ്ഞ പോയിന്റിന്റെ കണ്ടീഷൻ ആണല്ലോ ചെയ്യുന്നത്. A പറഞ്ഞ പോയിന്റ് 20 mm above HP ആണ്. എബവ് ആണെങ്കിൽ എബവ്, അപ്പൊ എബവ് ആയിട്ട് എന്ത് മാർക്ക് ചെയ്യുക? 20 mm above ആയിട്ട് A' മാർക്ക് ചെയ്യുക. പിന്നെ 30 mm in front of, ആഫ്റ്റർ റൊട്ടേഷൻ X വാല്യൂന്റെ താഴത്തേക്ക് പോകും. അപ്പൊ 30 താഴത്തോട്ട്, അപ്പൊ എന്തിനെ കിട്ടി? A കിട്ടി. അപ്പൊ A' ഓക്കെ, Aയും ഓക്കെ, റൈറ്റ്. ആ പടി കഴിഞ്ഞു. ഏത് പടി? ഇവിടെ ഈ പടി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ പറഞ്ഞാൽ A' വരെയും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കുള്ള ലൈൻ അല്ലല്ലോ നമ്മൾ വരയ്ക്കുന്നത്, ഇങ്ങനെ പാരലൽ ആക്കിയിട്ടുള്ള ലൈനാണ്. അപ്പൊ പാരലൽ ആക്കിയിട്ടുള്ള ലൈൻ എവിടെ വരയ്ക്കുകയാണെങ്കിൽ
ഈ ഒരു ആംഗിൾ എന്താണ് ആംഗിൾ വിത്ത് HP, അത് 30 ആണ്. ആ 30 കൂടി എടുക്കുക. ആ 30 കൂടി എടുത്തിട്ട് 30 ഡിഗ്രി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതിന് നീളം 100 ആയിരിക്കും. ഇത് ശരിക്കും ആക്ച്വൽ ക്വസ്റ്റ്യനിൽ തന്ന പോലെ അല്ലല്ലോ വരച്ചത്. നമ്മളൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്, പാരലൽ ആക്കിയിട്ടുണ്ട്. പാരലൽ അല്ലാത്തൊരു സാധനത്തിന് പാരലൽ ആക്കി വെച്ചിട്ടായി വരച്ചത്. അപ്പോൾ ഇവിടെ 100 വരും. ആ 100 വന്നാൽ ഈ ഒരു പോയിന്റിന് നമ്മൾ പുതിയൊരു പേരിലാണ് കൊടുക്കുക. എന്താ കൊടുക്കുക എന്ന് വെച്ചാൽ B1 ഡാഷ് എന്നാ കൊടുക്കുക. B1 ഡാഷ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ടോപ്പ് വ്യൂ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. കാരണം പാരലൽ ആക്കി വെച്ചിട്ടാണല്ലോ ഉള്ളത്. അപ്പൊ ഇതായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു ലൈന് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ചിത്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ആക്ച്വൽ പൊസിഷനിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവന്ന് നോക്കാം. എങ്ങനെ ആക്ച്വൽ പൊസിഷനിലേക്ക് കൊണ്ടുപോകാം? ഈ ഒരു പോയിന്റിനെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഈ ഒരു പോയിന്റിനെ വെച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പിനാണ് മൂവ്മെന്റ് വരിക. ആ ഒരു ടിപ്പിന് എങ്ങനെയാ മൂവ്മെന്റ് വരിക? ഇതെല്ലാം പൊസിഷനിൽ നിൽക്കണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ പെൻ ഇവിടെ ഇങ്ങനെ വെച്ച് കാണിക്കാം. എന്നിട്ട് ഞാൻ ഇതിനെങ്ങനെ നീക്കുന്ന സമയത്ത് ഇതിന്റെ മൂവ്മെന്റ്, ഈ ടിപ്പിന്റെ മൂവ്മെന്റ് ഈ ഒരു ഹൈറ്റിന് മാറ്റമില്ലാതെയാണല്ലോ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ആ ഒരു ഹൈറ്റിന്റെ മാറ്റമില്ലാതെ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ പ്രൊജക്ഷൻ, ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഡിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന പ്രൊജക്ഷൻ, ഇങ്ങോട്ടേക്ക് ഡിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. അതായത് ഈ ലൈൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടിപ്പിന്റെ മൂവ്മെന്റ് ഈ ഒരു ലൈനിന്റെ പാരലൽ പൊസിഷനിൽ വെച്ചിട്ട് അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടിപ്പിന്റെ മൂവ്മെന്റ് ഇവിടെ ഇങ്ങനെ പാരലൽ ആയിട്ടേ മൂവ് ചെയ്യുള്ളൂ. അതായത് B1 ഡാഷ് എന്ന് പറയുന്ന ആ ഒരു എൻഡ് എങ്ങനെ മൂവ് ചെയ്യുള്ളൂ? ഇങ്ങനെ മൂവ് ചെയ്യുള്ളൂ, റൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ദിസ് ലോക്കസ് ഈസ് ഓൾവേസ് പാരലൽ ടു, ഈ ലോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും XY ലൈനിന് പാരലൽ ആയിരിക്കും. അപ്പൊ ഈ ലോക്കസിലാണ് ഇനി നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. എന്തുകൊണ്ട് ലോക്കസ് ഇങ്ങനെ വരച്ചു എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ ഇങ്ങനെയാണല്ലോ ലൈൻ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ലൈനിന് ഇവിടെ ഞാൻ പിടിച്ചിട്ട് ഇതിനെങ്ങനെ കൊണ്ട് നീക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് ഇങ്ങനെ തിരിഞ്ഞു വരും. ഈ ഒരു പോയിന്റ് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ ആയിട്ട് ഇവിടെ വരുന്ന പോയിന്റ് ഇതിനോട് നീക്കുന്ന സമയത്ത് ഇവിടെ പ്രൊജക്ഷൻ ആയിട്ടുള്ള പോയിന്റിന് മാറ്റം ഉണ്ടാവില്ല. അത് ഇവിടെ തന്നെ നിൽക്കില്ലോ. ഇങ്ങോട്ട് നീക്കുമ്പോൾ അത് ഇങ്ങോട്ട് നീക്കും. ഇത് പറഞ്ഞാൽ പ്രൊജക്ഷൻ ആയിട്ടുള്ള പോയിന്റ് ഇങ്ങനെ നീക്കുക ചെയ്യുക. ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ ആയിട്ടുള്ള പോയിന്റ് ഇങ്ങനെ നീക്കുക ചെയ്യുക. അതാണ് ഈ വരച്ച ലോക്കസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ലോക്കസ് ഞാൻ അവിടെ വരച്ചു വെച്ചു. റെഡി. ഇനി നേരത്തെ ഇങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത്. ഇനി യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള സംഭവത്തെ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഈ ചിത്രം ഞാൻ വരച്ചത്. ഇനി ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ഈ ലൈനിനെ എന്ത് ചെയ്യാൻ പോവാണ്? VPക്ക് പാരലൽ ആക്കി വെക്കാൻ പോവാണ്. അല്ല സോറി, ഈ ലൈനിനെ ഞാൻ ഈ ആംഗിൾ ഇല്ലാണ്ടാക്കാൻ പോവാണ്. HPക്ക് പാരലൽ ആക്കി നിർത്തുക. അങ്ങനെ HPക്ക് പാരലൽ ആക്കി നിർത്തിയാൽ എന്താ സംഭവിക്കുക? HPക്ക് പാരലൽ ആക്കി നിർത്തിയാൽ ടോപ്പ് വ്യൂ, HPയിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്. അപ്പൊ ടോപ്പ് വ്യൂ ആയിരിക്കും എന്തിൽ കാണാം? ട്രൂ ലൈൻ ആയിട്ട് കാണാം. അപ്പൊ ഈ വരച്ച പോലെ ഇപ്പൊ ആദ്യം നമ്മൾ VPക്ക് പാരലൽ ആയിട്ട് നിർത്തിയിട്ട് ഇത് വന്നു. പിന്നെ HPക്ക് പാരലൽ ആയിട്ട് നിർത്തിയാൽ എന്താ വരിക? ആ വരുന്ന കാര്യം വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ആംഗിൾ എടുക്കേണ്ടത്. ആ ആംഗിൾ നമ്മൾ ഇവിടെ 45 ഡിഗ്രി ആംഗിൾ എടുക്കുക. എന്നിട്ട് ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഏത് കൊടുക്കുക? ഇത് B1 കൊടുക്കുക. എന്തുകൊണ്ടാണ് B1 കൊടുത്തത്? അത് ആക്ച്വലി ഇല്ലാത്തതാണ്. നമ്മൾ പാരലൽ ആക്കിയാണല്ലോ, നമ്മൾ ഡ്രോയിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആക്കിയതാണല്ലോ. ക്വസ്റ്റ്യനിൽ ശരിക്കും പാരലൽ അല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പാരലൽ ആക്കി വെച്ച ഒരു പുതിയ സംവിധാനത്തിന്റെ ലൈനാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇതിന്റെ മുകളിലേക്ക് എടുത്തിട്ട് ഇതിന്റെ ഈ വ്യൂ വരച്ചാൽ ഇവിടെ നമുക്ക് കിട്ടും. ഇതിന്റെ മുകളിലേക്ക് എടുത്തിട്ട് ഇതിവിടെ പാരലൽ ആയിരിക്കും, ഈ വ്യൂ പാരലൽ ആയിരിക്കും. അങ്ങനെ പാരലൽ ആവുമ്പോഴാണ് ഇവിടെ ട്രൂ ലൈൻ വരിക. ഇതിന്റെ വലിപ്പം 100 ആയിരിക്കും, ഇവിടെയും വലിപ്പം 100 ആയിരിക്കും. ഈ B1. ഇനി ആ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേപോലെ തന്നെ റൊട്ടേഷൻ കൊടുക്കുക വിചാരിക്കും. റൊട്ടേഷൻ കൊടുക്കുമ്പോൾ ലോക്കസ് മൂവ് ചെയ്തൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ കാണിച്ചില്ല ലോക്കസ് മൂവ് ചെയ്ത്. അതേപോലെ ഇവിടുത്തെ ലോക്കസും ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതും ലോക്കസ് ആണ്, ഇതും ലോക്കസ് ആണ്. അപ്പൊ ഈ ലൈനിനെ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന ലൈന് ശരിക്കും ഇങ്ങനെയാണുള്ളത്. ഈ ലൈനെ നേരെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ B എന്ന അറ്റത്തിന്റെ ലോക്കസ് ആണ് ഈ വരച്ചത്. അതേപോലെ ഈ ലൈനിന്റെ HPക്ക് പാരലൽ ആയിട്ട് നിർത്തി. ഇതാണല്ലോ ഇപ്പൊ HPക്ക് പാരലൽ ആയിട്ട് നിർത്തിയിട്ട് HPക്ക് എങ്ങനെയാണ് നമ്മൾ പാരലൽ ആയിട്ട് നിർത്തുക? ഈ ഒരു എൻഡിനെ ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് പാരലൽ ആയിട്ട് വരും. അങ്ങനെ പാരലൽ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ ആയിരിക്കും. ടോപ്പ് വ്യൂല് നമുക്ക് ഈ ഒറിജിനൽ ലൈനിന്റെ നീളം കിടക്കണം.
ആ സമയത്ത് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിൾ അവിടെ തന്നെ ഉണ്ടാവും. ഈ 45 ഡിഗ്രി തന്നെ ഇവിടുത്തെ ഒരു ആംഗിൾ, അത് മാറ്റുന്നില്ല. അപ്പൊ അറ്റ് എ ടൈം ഒരു കാര്യം ചെയ്യുന്നുള്ളൂ. അപ്പൊ ആക്ച്വൽ ലൈൻ ഇങ്ങനെ ആദ്യം അങ്ങോട്ടേക്ക് തിരിച്ചു, ഈ മുകളിലത്തെ ഈ സംഭവം ഉണ്ടായി. പിന്നെ ഈ ലൈനിനെ ഇങ്ങനെ തിരിച്ചിട്ട് ഇതിന് പാരലാക്കി ഈ സംഭവം ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇവിടെയും ട്രൂ ലൈൻ ആണ്, ഇവിടെയും ട്രൂ ലൈൻ ആണ്. പക്ഷെ അത് ആക്ച്വൽ എന്തിലും തന്നതല്ല, ക്വസ്റ്റ്യനിൽ തന്ന പോലെയല്ല, നമ്മളായിട്ട് മോഡിഫിക്കേഷൻസ് വരുത്തിയതാണ്. എന്നിട്ട് നമ്മൾ ഈ ലോക്കസും നമ്മൾ വരച്ചു വെച്ചു. ഇനി എന്തായിരിക്കും ഫ്രണ്ട് വ്യൂ, എന്തായിരിക്കും ടോപ്പ് വ്യൂ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഈ ഒരു സംവിധാനം നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ നിന്നല്ലോ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വരന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ ഇതാണ്. ഈ വര ഇപ്പൊ പാരലൽ ആയതുകൊണ്ട് ഈ ടോപ്പ് വ്യൂ ഇവിടെ പാരലൽ ആയിട്ടിരിക്കും. ഇനി ഈ ലൈനിന്റെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചാൽ എന്താ സംഭവിക്കുക? ഈ ടോപ്പ് വ്യൂ തിരിയും അല്ലെ? അത് തിരിയും. അതെങ്ങനെയാ തിരിക്കുക? അത് തിരിക്കാനാണ് ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി തിരിക്കുക. അപ്പൊ നേരത്തെ പാരലൽ ആയിട്ട് ഇരുന്ന സമയത്ത് ഇതാണ് ടോപ്പ് വ്യൂ ഉണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഉള്ളതല്ല, നമ്മൾ ഡ്രോയിങ്ങിൽ ചെയ്തതാണ്. പാരലൽ ആക്കി വെച്ചിട്ട് ഇവിടെ 100 കൊടുത്തിട്ട് 100 കൊടുക്കാൻ വേണ്ടിയിട്ട് പാരലൽ ആക്കി വെച്ചിട്ട് ഈ വരച്ചതാണ്. അപ്പൊ ഇനി ആക്ച്വൽ പോർഷനിലേക്ക് നമ്മൾ പോവാം. ആക്ച്വൽ പോർഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് ഇങ്ങനെയല്ല തിരിക്കുന്നത്, ഇതല്ലേ നിൽക്കുന്നത്. ഇപ്പൊ നമ്മള് വെർച്വലായിട്ട് നമ്മൾ ഉണ്ടാക്കി പോർഷൻ ഇതാണ്. അപ്പൊ ആക്ച്വൽ പോർഷനിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. ആ സംഭവത്തില് എന്താ വ്യത്യാസം വന്നത്? ഈ ഒരു ലൈൻ ഇങ്ങനെയാക്കി മാറ്റുമ്പോൾ ഈ ഒരു ലൈന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തു. ആ റൊട്ടേഷൻ ആണ് ശരിക്കും ഇവിടെ നമ്മൾ കാണിച്ചത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇതായിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ. അപ്പൊ ആക്ച്വൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും ആക്ച്വൽ ടോപ്പ് വ്യൂ. ഈ പാരലൽ ഉള്ള പോർഷൻ ഇതിനെ തിരിച്ചു. ഈ ലൈൻ തിരിയുമ്പോൾ ഈ പാരലൽ ഉള്ള ഈ ലൈനും തിരിച്ചിട്ട് ടോപ്പ് വ്യൂ മാറും. ആ മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ മാറ്റം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ മാറ്റം നടക്കുമ്പോൾ ഈ ലോക്കസിലെ ഇതിന്റെ ടിപ്പിൽ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ലോക്കസ് സെയിം ആയിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ലോക്കസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഇത് ലൈന്, ഇത് പാരലൽ ആയിട്ടിരിക്കുന്നു. അപ്പൊ ഈ ടിപ്പില് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കയറി തിരിക്കുമ്പോൾ ആ തിരിയലില് ഈ ലൈനിന്റെ റൊട്ടേഷൻ ആണ് നമുക്ക് ഇവിടുന്ന് നോക്കുന്നതാണ്. ഈ ലൈനിന്റെ റൊട്ടേഷൻ, ആ റൊട്ടേഷൻ നടക്കുന്നത്, അതിന്റെ റൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഏതിലേക്കാണ് വരിക? ആ ലോക്കസിലേക്ക് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും ആരുണ്ടാവുക? ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക. അപ്പൊ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതും, ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് താഴത്തോട്ട് കിട്ടി. അപ്പൊ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിപ്പോ ഞാൻ ഇതിന്റെ ലോജിക്ക് ഫുള്ള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കാനും പ്രയാസം, ഇത് മനസ്സിലാക്കാൻ പ്രയാസം അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എങ്ങനെയാ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് ഞാൻ അതിന്റെ ഒരു ടിപ്പുകൾ വെച്ചുകൊണ്ട് വളരെ സ്പീഡായിട്ട് ഇത് വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതേപോലെ നമുക്ക് എഴുതിക്കും. ഇതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കും. നിങ്ങളുടെ റഫ് പേപ്പറിനകത്തോ ഇതിനകത്തെങ്കിലും ഇതേപോലെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ XY ലൈൻ വരയ്ക്കാം. XY ലൈൻ വരച്ചതിന് ശേഷം ഫസ്റ്റ് ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. എ പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. എ പറഞ്ഞ പോയിന്റ് സ്റ്റാർട്ടിങ് ഒരു പോയിന്റ് പറഞ്ഞു കാണും, സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് അത് എടുക്കുക, അത് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 mm എബവില് A' മാർക്ക് ചെയ്തു. 30 mm ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത് നേരത്തെ നിങ്ങൾ പഠിച്ച കാര്യം ഉണ്ടല്ലോ, അത് ഓർത്ത് വെച്ചിട്ട് വേണം ഇത് മാർക്ക് ചെയ്യാൻ. അപ്പൊ A'-ഉം Aയും മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആംഗിൾ വിത്ത് VP ആംഗിൾ വിത്ത് HP ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യും. ആംഗിൾ വിത്ത് HP മാർക്ക് ചെയ്യും. ആംഗിൾ വിത്ത് HP എന്തിനാ മാർക്ക് ചെയ്യുക? ആംഗിൾ വിത്ത് HP ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുക. അപ്പൊ എന്നിട്ട് അതിൽ 30 ആക്കാം. ആംഗിൾ വിത്ത് VP എന്തിനു മാർക്ക് ചെയ്യുക? ടോപ്പ് വ്യൂല് 45 ആയിട്ട് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ ലൈൻ അങ്ങ് വരയ്ക്കുക. A' ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കട്ടെ, B1' എഴുതാവും, 100 എഴുതാം. 100 ആണ് അതിന്റെ നീളം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ താഴത്തേക്ക് എടുത്തിട്ട് ഇതിപ്പോ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ഒരു ഫിഗറായി, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച ഫിഗറായി. ഇവിടെ പാരലൽ ആയിട്ടാണ് വെച്ചത്, അതുകൊണ്ട് ഇവിടെ പാരലൽ വന്നു, ഇവിടെ ട്രൂ ലെങ്ത് വന്നു. ഓക്കെ, ഇനി എന്താ വേണ്ടിയത്? നേരത്തെ പലതവണ ഞാൻ പറഞ്ഞ ആ ലോക്കസിന്റെ കാര്യം ഇവിടെ വരച്ചു. ഓക്കെ, ഇനി ഇവിടെ താഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയിൽ നമ്മൾ ലൈൻ വരച്ചു. ആ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്, ഇത് 100 ആണ്. ഇതിന് ഇവിടെ എന്തേ പേര് കൊടുക്കാവുള്ളൂ? B1 പേര് കൊടുക്കാവുള്ളൂ. B1
എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്ത പോലെയുള്ള ലോക്കസ് വരച്ച് വെക്കുക. ആ ലോക്കസിന്റെ കാര്യമൊക്കെ ഓർത്തിട്ട് വരയ്ക്കുക. അങ്ങനെ ലോക്കസ് വരച്ചതിന് ശേഷം ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ പാരലാക്കി വരയ്ക്കുക. ഇതിപ്പോ ഈ ഒരു ഫിഗർ നേരത്തെ നമ്മൾ പഠിച്ചതാണ്, ഈ ഒരു ഫിഗറും നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇനി ആ ഒരു കാര്യത്തെ ഇനി എന്താ വേണം നല്ല ക്വസ്റ്റ്യനിലുള്ള ഇതിപ്പോ ശരിക്കും പറയും ഇതെന്താണ് ഫ്രണ്ട് വ്യൂ വെൻ ലൈൻ ഈസ് പാരലൽ ടു VP. അപ്പൊ ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ വെൻ ലൈൻ ഈസ് പാരലൽ ടു HP എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷനിൽ വരുന്നത്. HP-ക്ക് പാരലൽ ആണ്. HP-ക്ക് പാരലൽ ആവുമ്പോൾ ടോപ്പ് വ്യൂ ട്രൂ ലെങ്ത്തിൽ വരച്ചു, ഇവിടെ പാരലൽ വരച്ചു. ഫ്രണ്ട് വ്യൂ ട്രൂ ലെങ്ത്തിൽ വരച്ചു, ഇവിടെ നമ്മൾ പാരലൽ വരച്ചു. ഇനി ഞാൻ പറഞ്ഞ പോലത്തെ റൊട്ടേഷൻ ഒന്ന് നോക്കാം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നല്ലോ നമ്മളെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിലെ AB എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ അടിച്ച്. ഇപ്പൊ പാരലൽ വെച്ചാണുള്ളത് വരച്ചത്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം റെഡ്യൂസ്ഡ് ആവും. എത്ര റെഡ്യൂസ്ഡ് ആവും എന്ന് ചോദിച്ചാൽ ഗോട്ടേക്ക് പോകും. ഗോട്ടേക്ക്. ആ റെഡ്യൂസ് ചെയ്യുന്ന സ്ഥലം എത്രയാണെന്നുള്ള അറിയാം. ഇതാണല്ലോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഇതാണല്ലോ. ഈ ഫ്രണ്ട് വ്യൂ ആണ് റെഡ്യൂസ്ഡ് ആയിട്ട് പോകുന്നത്. ഇത് പറഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വൽ ഫ്രണ്ട് വ്യൂ. അപ്പൊ ദിസ് ഇസ് ദ ആക്ച്വൽ ഫ്രണ്ട് വ്യൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പാരലൽ ലൈറ്റ് ഇതിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഇതിനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഇത് കിട്ടും ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായത് വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് XY ലൈൻ വരയ്ക്കുക, പോയിന്റ് മാർക്ക് ചെയ്യുക, ആംഗിൾ എടുത്തിട്ട് ട്രൂ ലൈൻ വരയ്ക്കുക, ഇവിടെ ആംഗിൾ എടുത്തിട്ട് ട്രൂ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ ട്രൂ ലൈനിന്റെ ഇവിടെ പാരലൽ ആയിട്ട് ജോയിൻ ചെയ്യുക, ഈ ട്രൂ ലൈനിന്റെ ഇവിടെ പാരലൽ ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ നേരത്തെ പഠിച്ച പോലെ രണ്ട് ഫിഗർ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഈ പാരലൽ ലൈന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ഈ പാരലൽ ലൈന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോ ഇവിടെ ടോപ്പ് വ്യൂ, അതേപോലെ ഇവിടെ ഫ്രണ്ട് വ്യൂ കിട്ടും. ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഹിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും. ഇനി ഏതൊരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പല തരത്തിൽ വരും. അപ്പൊ ഇതിപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു. ഇനി ഇതിൽ നിങ്ങളുടെ പാർട്ട് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ മാറി വരുന്ന സമയത്ത്, ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ മാറി വരുന്ന സമയത്തും അതിൽ ഗിവൺ ഡാറ്റ ലോജിക് വേറെ ആയിരിക്കും. പക്ഷെ പ്രൊസീജിയർ ഇതേ ഉള്ളൂ. ഇതല്ലാത്ത പുതിയ സംഭവം ഒന്നും ഇല്ല, ഇത് തന്നെ ഉള്ളൂ. പക്ഷെ ഇതിലേക്ക് എത്താനുള്ള ഗിവൺ ഡാറ്റ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതില് രണ്ട് ആംഗിളും ആക്ച്വൽ ലൈനും ഏത് പറഞ്ഞ പോയിന്റ് വന്നത് അത് നിർബന്ധമല്ല. അതിന് പകരം വേറെ എന്തെങ്കിലും ഡാറ്റയൊക്കെ തരും. അപ്പൊ ആ ഡാറ്റയ്ക്ക് അനുസരിച്ച് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഫ്രെയിം ചെയ്യണം. അത് ഓരോ സ്റ്റുഡന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എളുപ്പമായി മാറാൻ വേണ്ടി കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഈസി ആയിട്ട് വരും. ഓരോ ലോജിക് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനിലെയും ഗിവൺ ഡാറ്റ എന്ന് പറയും. ഇപ്പൊ പഠിച്ചത് വെച്ചുകൊണ്ട് ചെറിയ കുറച്ച് മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ വളരെ സിമ്പിൾ ആയിട്ടോ പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എ പറഞ്ഞ പോയിന്റിൽ നമ്മൾ മാറ്റുക. ഇപ്പൊ എ പറഞ്ഞ പോയിന്റിൽ നമ്മൾ മാറ്റി എബവ് ഇൻ ഫ്രണ്ട് എന്നുള്ളത് 9 രീതിയിൽ മാറ്റാലോ. അപ്പൊ എ എന്ന പോയിന്റിന് 9 രീതിയിൽ മാറ്റാം. എ എന്ന പോയിന്റിന് 9 രീതിയിൽ മാറ്റിയാൽ ഈ ഫിഗർ അതിനനുസരിച്ചൊക്കെ മാറും. വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തന്നുള്ളൂ. ഇപ്പൊ A'(XY) ലൈന്റെ മുകളിൽ അവിടെ വരച്ച്, ഏത് പറയുന്നത് XY ലൈന്റെ താഴെ വരച്ച്. ഇനിയിപ്പോ അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ എബവ് എന്നുള്ളത് ഇവിടെ എബവ് എന്നുള്ളത് മാറ്റിയിട്ട് ബിലോ താക്കി, ഇവിടെ ഇൻ ഫ്രണ്ട് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? A' താഴോട്ട് പോകും, എയും താഴെയായിരിക്കും. അപ്പൊ ഈ മുകളിലത്തെ പാർട്ടിലുള്ള ഫിഗർ ഒക്കെ താഴെ കിടക്കും. ഇത് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് മാറ്റം വരും? ഈ A' മുകളിലും എ താഴെ ഉള്ളതിന് പകരം A'(ഉം എയും താഴേക്കും വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് പകരം ഇൻ ഫ്രണ്ട് എന്നുള്ളത് ഇപ്പൊ ബിഹൈൻഡ് നാക്കാം. അങ്ങനെ ബിഹൈൻഡ് നാക്കി കഴിഞ്ഞാൽ A' താഴെയും എ മുകളിലും ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ 9 രീതിയിൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ മാറ്റം കൊണ്ട് തന്നെ 9 ക്വസ്റ്റ്യൻ ഇത് തന്നെ ഉണ്ടാക്കാം. ബാക്കിയുള്ളതൊക്കെ സെയിം ആക്കി വെച്ചുകൊണ്ട് തന്നെ ഈ എ പറഞ്ഞ പോയിന്റ് മാത്രം മാറ്റിക്കൊണ്ട് 9 കണ്ടീഷൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, അങ്ങനെ മാറ്റുന്നതല്ല ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം. ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ തരത്തിലുള്ള ലോജിക് ആയിരിക്കും. ഏത് ക്വസ്റ്റ്യനിൽ എന്ത് ലോജിക് ആയാലും ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത്ര തന്നെ ഉള്ളൂ. എത്ര തന്നെ ഉള്ളൂ? XY ലൈൻ വരയ്ക്കാം, പോയിന്റ് ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാം. പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ട്രൂ ലൈൻ യൂസ് ചെയ്യാം, ട്രൂ ലൈൻ കിട്ടും. ട്രൂ ലൈനിന്റെ നമ്മൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളത് നോക്കുക. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഇത് മാർക്ക് ചെയ്യാം, അതിനുശേഷം ട്രൂ ലൈൻ വരയ്ക്കുക. ട്രൂ ലൈൻ വരച്ച ഇങ്ങനെ ജോയിൻ ചെയ്യുക. ട്രൂ ലൈൻ വരയ്ക്കാൻ വേണ്ടി ഇവിടെ ആംഗിൾ വേണം. പിന്നെ ഇവിടെ ആംഗിൾ എടുത്ത് ഇങ്ങനെ വരയ്ക്കുക.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ മുകളിലേക്ക് എടുത്തിട്ട് ഇവിടെ ഫിഗർ ആക്കുക, ഇവിടെ ലോക്കസ് വരയ്ക്കാം, ഇവിടെ ലോക്കസ് വരയ്ക്കാം. ഓക്കെ, എന്നിട്ടോ ഇവിടുത്തെ ഈ ലൈറ്റ് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ഇവിടുത്തെ ഈ ലൈറ്റ് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഫ്രണ്ട് വ്യൂ കിട്ടും, ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. ഇതാണല്ലോ പഠിച്ചേ, ഇതാണ് നമ്മളൊക്കെ പഠിച്ചത്. ഇനി വേറെ രീതി നോക്കാം. ഇതിലിപ്പോ ട്രൂ ലൈൻ തരുന്നതിന് പകരം ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്തറിയോ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ തരും. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? അപ്പൊ ഫ്രണ്ട് വ്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ നമ്മൾ ഫ്രണ്ട് വ്യൂവിന്റെ നീളം തരും ക്വസ്റ്റ്യനില്. അപ്പൊ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ട്രൂ ലൈൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പാരലൽ ലൈൻ അങ്ങോട്ടേക്കല്ല റൊട്ടേറ്റ് ചെയ്ത്, പകരം എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഇവിടെ ട്രൂ ലൈൻ കിട്ടും. ഈ ഫ്രണ്ട് വ്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ആക്കിയിട്ട് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ട്രൂ ലൈൻ കിട്ടും. എന്ന് പറഞ്ഞാൽ റൊട്ടേഷന് പാരലൽ ലൈനെ റൊട്ടേറ്റ് ചെയ്താൽ ഫ്രണ്ട് വ്യൂ കിട്ടും. ഫ്രണ്ട് വ്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ ഫ്രണ്ട് വ്യൂ ആദ്യം വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് പാരലൽ ആക്കി താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് ട്രൂ ലൈൻ വരയ്ക്കുക. അങ്ങനെ ട്രൂ ലൈൻ വരയ്ക്കാൻ പറ്റും. അതിന്റെ റിവേഴ്സ് നമ്മളിപ്പോ ചെയ്തതിന്റെ റിവേഴ്സ് ലോജിക് എന്ന് പറഞ്ഞാൽ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ട് വ്യൂവിനെ കിട്ടിയെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നത് എന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യനിൽ ഫ്രണ്ട് വ്യൂ ആണ് തന്നെങ്കിൽ ഫ്രണ്ട് വ്യൂ ആദ്യം ഇങ്ങനെ വരയ്ക്കാമല്ലോ. വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ലോക്കസ് വരയ്ക്കുക, അതിനുശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പാരലൽ ആക്കി താഴോട്ട് നീട്ടുക. എന്നിട്ട് ഇവിടെ ലോക്കസ് വരച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ട്രൂ ലൈൻ കിട്ടാൻ പറ്റും. അപ്പൊ ട്രൂ ലൈൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ട്രൂ ലൈൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് അത് മാത്രം ഒന്ന് കാണിക്കാം. ക്വസ്റ്റ്യനകത്ത് ഫ്രണ്ട് വ്യൂ തന്നു, ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഈ ഇപ്പൊ നമ്മൾ പഠിച്ചതുമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഈ പഠിച്ച ക്വസ്റ്റ്യനിൽ ട്രൂ ലൈൻ ആണ് AB എന്നാണല്ലോ വന്നത്, ട്രൂ ലൈൻ ആണ് വന്നത്. അതിന് പകരം ഇപ്പോൾ എന്താ മെയിൻ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രണ്ട് വ്യൂ ആണ് തന്നത്, ടോപ്പ് വ്യൂ ആണ് തന്നത് എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ വരയ്ക്കുക ഫ്രണ്ട് വ്യൂ. അതേപോലെ ഇവിടെ നമുക്ക് ടോപ്പ് വ്യൂ തന്നു വിചാരിക്കും, ടോപ്പ് വ്യൂ വരയ്ക്കും. ഇത് വരയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്കസ് വരയ്ക്കാം, ഇവിടെ ലോക്കസ് വരയ്ക്കാം. എന്നിട്ട് എന്താ നേരത്തെ ചെയ്തിരുന്നത്? ട്രൂ ലൈനിന്റെ ഇങ്ങനെ പാരലൽ ആക്കിയായിരുന്നല്ലോ, അത് ഇവിടെ ചെയ്യരുത്. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സാധനത്തെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് കോമ്പസിന്റെ സൂചി ഇവിടെയും പെൻസിൽ ഇവിടെയും വെച്ചിട്ട് ഇത് റേഡിയസ് ആക്കിയിട്ട് ഇങ്ങനെ പാരലൽ ആക്കുക, ഇതിനെ തിരിച്ച് പാരലൽ ആക്കുക. അത് നേരത്തെ ചെയ്ത വർക്ക് അങ്ങോട്ടായിരുന്നു, ഇപ്പൊ തിരിച്ച് റിവേഴ്സ്. അപ്പൊ തിരിച്ച് പാരലൽ ആക്കുക, പാരലൽ ആക്കിയിട്ട് ഇതിനെ താഴത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൽ എന്ത് കിട്ടും? ഇവിടെ ട്രൂ ലൈൻ കിട്ടും കേട്ടോ. നേരത്തെ അതേ ഫിഗർ തന്നെ, നേരത്തെ ഈ ഫിഗർ നേരത്തെ ഇല്ലയോ, ഇങ്ങനെ വന്നിട്ട് നേരത്തെ ഈ ഫിഗർ ഇല്ലയോ, ഈ ഫിഗറിനെ അങ്ങോട്ടേക്ക് തിരിച്ച് അങ്ങോട്ട് തിരിക്കാനുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റ്യനിൽ ഇത് തന്നുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ പാരലൽ ആക്കി ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് ഇവിടെ ട്രൂ ലൈൻ കിട്ടിച്ച്. മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ റിവേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നാൽ റിവേഴ്സ് ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇനി ഇതിന്റെ റിവേഴ്സ് ലോജിക്ക് എന്തായിരിക്കും? ഈ ഒരു സാധനത്തെ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടാണ് വരച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് പാരലൽ ആക്കുക. ഇങ്ങനെ പാരലൽ ആക്കി കഴിഞ്ഞാൽ ഇതിനെ നേരെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇത് കിട്ടും, ട്രൂ ലൈൻ കിട്ടും. ആ ട്രൂ ലൈന് ഇങ്ങനെ ട്രൂ ലൈൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിങ്ങനെ ഈ ഒരു പെട്ടി നേരത്തുള്ള പെട്ടിയില്ലേ. അപ്പൊ ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഒരേ സംഭവം തന്നെ രണ്ട് രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ക്വസ്റ്റ്യനിൽ തന്ന കാര്യത്തിനനുസരിച്ച്. അപ്പൊ രണ്ടു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാവും വിചാരിക്കുന്നത്. അപ്പൊ പറഞ്ഞ പോയിന്റ് ഹെഡ് പോയിന്റ് മാർക്ക് ചെയ്യുക, ട്രൂ ലൈൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. ട്രൂ ലൈൻ തന്നില്ല എങ്കിൽ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ അനുസരിച്ച് അതിന്റെ മാറ്റങ്ങൾ വരുത്തിയിട്ട് വരയ്ക്കുക. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇനി ഒരു മാർഗം കൂടി ഉണ്ട്. അതായത് ഇപ്പൊ റൊട്ടേറ്റഡ് ലൈനെ പഠിപ്പിച്ച ഇനി വേറെ മാർഗം കൂടെ ഉണ്ട്. ആ മാർഗത്തിന് നമ്മൾ റൊട്ടേറ്റിംഗ് പ്ലെയിൻ എന്ന് പറയും. ആ റൊട്ടേറ്റിംഗ് പ്ലെയിൻ മെത്തേഡ് ഞാനിപ്പോ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ശരി.